വെൽക്കം ബാക്ക്. ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയ്സ് ബേബിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. 7 മന്തിൽ ഹെയ്സ് ബേബി എന്തൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു റുട്ടീന്, ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഹെയ്സ് ബേബിയുടെ സോൾട്ടിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഹെയ്സ് ബേബിയുടെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു 8-8:30 ഹെയ്സ് ബേബി എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ തന്നെ ഉമ്മച്ചി വന്ന് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ഉമ്മച്ചിയുടെ കൂടെ ഒന്ന് മാറ്റാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് ഇതേപോലെ വന്നിരിക്കാനും വണ്ടിയൊക്കെ പോകുന്നത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഫോർമുല കൊടുക്കാറുണ്ട് കേട്ടോ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡെയിലി 2 നേരങ്ങളിലായിട്ട് ഫോർമുല കൂടി കൊടുക്കാറുണ്ട്. വളരെ കുറച്ച് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കളിക്കാറുണ്ട് കേട്ടോ. മാറ്റിൽ കുറച്ച് നേരം ഇരുന്ന് ടോയ്സൊക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ജോലീസൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. കുറുക്കൊക്കെ കാച്ചുന്നതും ബെഡൊക്കെ ഒന്ന് റെഡിയാക്കുന്നതും കിച്ചണിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മയെ ഹെൽപ്പ് ചെയ്യാറുള്ളതൊക്കെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ ടോയ്സൊക്കെ മാത്രം മതി. ചില നേരങ്ങളിൽ മാത്രം ആരെങ്കിലും ഒരാൾ ഇരിക്കണമെന്ന് വാശി പിടിക്കാറുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കളിച്ചോളൂ കേട്ടോ. എത്ര മണിക്കൂറാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കളിക്കും. ചില ദിവസങ്ങളിൽ മൂഡ് മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു 10 പേര് വേണം. ആ രീതിയിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ആൾ. അങ്ങനെ പ്ലേ ടൈമൊക്കെ കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ മോന് സോൾട്ട് കൊടുക്കും കേട്ടോ. അതായത് രാവിലത്തെ കുറുക്ക് കൊടുക്കാറുണ്ട്. ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് ബീഫോർ ബേബീസിൻ്റെ സ്പ്രോഡർ റാഗിയുണ്ട്, അല്ലാതെ റാഗി പൗഡറും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഞാൻ രാവിലെ കുറുക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം പനങ്കൽക്കണ്ടത്തിൻ്റെ സിറപ്പും കൂടി ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ കുടിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫുഡ് വെറുത്ത് പോകുന്നത് പോലെ തോന്നും. അപ്പോൾ ചെറുതായിട്ട് ഒരു അല്പം മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യമൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മധുരം അവർ ആവശ്യപ്പെടും. അല്ലാതെ കുടിക്കാൻ ഭയങ്കര പാടായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഒരല്പം നെയ്യ് കൂടി അവസാനമായിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് അവസാനമായിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഗീ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതേപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഓർമ്മശക്തിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ചൂടോട് കൂടിയാണ് ഈ ഒരു കൂവരങ്ങിന് കുറുക്ക് കൊടുക്കാൻ നല്ലത്. ഏത് കുറുക്കാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ചൂടോട് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടമായിരിക്കും കേട്ടോ. ഒരുപാട് തണുത്തിട്ട് കൊടുക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെ കളിപ്പിച്ച് കൊടുക്കും. കുറച്ച് നേരം ഒന്ന് ഇരുത്തിയും കിടത്തിയും അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ അതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. ആദ്യമൊക്കെ ഒന്ന് ഇഷ്ടമാണ്, പിന്നീട് വലിയ താല്പര്യം കാണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു നമ്മൾ പിബില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പിബുണ്ടെങ്കിൽ തന്നെയും ഇതേപോലൊരു വേസ്റ്റ് ക്ലോത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ യൂസിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ഒരു ക്ലോത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്തോ കയ്യിലോ ഒക്കെ പറ്റുന്നത് അപ്പോഴേ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് പേര് ഇനി കണ്ടിട്ടുണ്ട്, കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ദേഹം മുഴുവനും ആക്കും കുഞ്ഞുങ്ങളുടെ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് വലുതായിട്ട് അവൻ്റെ ദേഹത്തൊന്നും ആവാറില്ല. ഡ്രസ്സ് മാറ്റിയണെങ്കിൽ വരത്തില്ല. അപ്പോൾ കുറുക്കൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാനായിട്ട് നോക്കും കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനൊരു മിക്സ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ നമ്മുടെ മസൂർ ദാലും അതേപോലെ തന്നെ അരിയും കൂടി നന്നായിട്ട് കഴുകി, നോർമൽ നമ്മുടെ പച്ചരിയാണ് കേട്ടോ, പച്ചരി കൂടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലൊക്കെ ഇട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ നമുക്ക് അരിയും ആ ഒരു മസൂർ ദാലും കൂടെ പെട്ടെന്ന് വേവിച്ചെടുക്കുന്നതിനേക്കാളും ഇതേപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് കുറുക്കി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ ഒക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തോ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് കൂടെയായിട്ട് ഇതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂടെയാണ് ഈ ഒരു മിക്സ് 2 ടീസ്പൂണോളം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് അതൊന്ന് അരച്ചെടുക്കും കേട്ടോ. അരച്ചെടുത്തിട്ട് ഇതേപോലെ ഒരുപാട് മഷിയായിട്ട് അരയ്ക്കും പോകത്തില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു കടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്
ആ ഒരു ചവച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഒന്ന് മാറ്റി വെച്ചപ്പോഴേക്കും ആളിത് എഴുന്നേറ്റു. ചെറിയൊരു മയക്കമാണെങ്കിൽ പോലും ആ ഒരു ഉറക്കം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല മോന്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യണം കേട്ടോ, അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് കളിച്ചൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ ഈ ഒരു കുറുക്ക് കൊടുക്കാറുള്ളത്. ജസ്റ്റ് ഒന്ന് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ചെറിയ രീതിയിൽ ആ കടിക്കാനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചവയ്ക്കാൻ കൂടി പഠിക്കും കേട്ടോ. അവർക്ക് പല്ല് വരുന്ന ആ ഒരു ടൈം, ആ ഒരു തടുപ്പൊക്കെ വരും. ചിലർക്ക് നേരത്തെ തന്നെ പല്ല് വരാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളത് ഇതേപോലെ ചവച്ച് പഠിക്കും കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് ആദ്യമേ അവർക്ക് മാഷ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് അരച്ച് കൊടുത്ത് പഠിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ മോന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നും നമ്മൾ ഒരേ ഫുഡ് കൊടുക്കാതിരിക്കുക കേട്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടേസ്റ്റും അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി നോക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പയർ, ആ ഒരു മസൂർ ദാൽ എന്ന് പറയുന്നത് നന്നായിട്ട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിത് രണ്ടും മുന്നേ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നല്ല അളവിൽ തന്നെ കൊടുക്കുന്നത്. മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് മാത്രമായിട്ട് മസൂർ ദാൽ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കുഞ്ഞിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുഞ്ഞിന് ഇറിറ്റേഷനോ റെഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അലർജി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക കേട്ടോ. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പായിൽ കിടത്തും കേട്ടോ. കുറച്ച് നേരം ഒന്നുകൂടി കളിക്കാനും എന്തെങ്കിലുമൊക്കെ ടോയ്സ് എടുത്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മിയോ പുറത്ത് കുറച്ചൊക്കെ ഒന്ന് കൊണ്ട് കറങ്ങിയിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനുശേഷം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ മോനെ കുളിപ്പിക്കും കേട്ടോ. ജസ്റ്റ് തലയിൽ നമ്മുടെ ബീഫർ ബേബീസിൻ്റെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്യും. ദേഹത്ത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അവിടെ തന്നെ ആൽമണ്ട് ഓയിൽ അവൈലബിൾ ആണ്. മോന് ജനിച്ച സമയത്ത് ബിലിറൂബിൻ്റെ അളവ് കൂടുതലായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ വെച്ച സമയത്ത് നന്നായിട്ട് അവന് ടാൻ പോലെ ദേഹത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അത് റിക്കവർ ആയി എന്ന് തോന്നിയത് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തപ്പോഴാണ്. ഇവർ തന്നെ ബീഫർ ബേബീസിൻ്റെ ആൽമണ്ട് ഓയിൽ അടിപൊളി സംഭവമാണ്. നന്നായിട്ട് സ്കിന്നിലെ ആ ഒരു ടാൻ പോലെ ആ ഒരു ഭയങ്കരമായിട്ട് ഡള്ളാവും കുഞ്ഞുങ്ങളുടെ സ്കിന്ന്. ഒരു 3 മാസം കഴിയുമ്പോഴാണ് അത് മാറുക എന്ന് പറയും അവർ. അത് കറക്റ്റായിരുന്നു. ആ 3 മാസം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ആ ഒരു ചേഞ്ച് വന്നു തുടങ്ങിയത്. പക്ഷേ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓയിലാണ്. ആ ഒരു 3 മാസത്തിന് മുന്നേ തന്നെ മോൻ്റെ ആ ഒരു നിറവ്യത്യാസം മാറി തുടങ്ങിയത് ഈ ഒരു ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ദാ ഹൈസ് ബേബി ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങും കേട്ടോ. ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല സമാധാനത്തോടു കൂടി ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ മോന്. ഫുഡൊക്കെ കഴിഞ്ഞു കുളിച്ചൊക്കെ കഴിയുമ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങുവേ. ഉറക്കം ആ ഒരു ടൈമിൽ കിടന്നുറങ്ങുകയും ഹീസ് ബേബി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയോടെ എഴുന്നേക്കും. ഒരു 2-3 മണിക്കൂറത്തെ ഉറക്കം എന്തായാലും ആ ഒരു ടൈമിൽ കാണുവേ. അതിനുശേഷം എഴുന്നേറ്റ് ആ ഒരു ടൈമിൽ ഒന്നുകിൽ ഞാൻ ഫീഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല കൂടുതലും ഫീഡ് ചെയ്യുക തന്നെ ആയിരിക്കും. അതിനുശേഷം കുറച്ച് നേരം കൂടി ഒന്ന് കളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ടൈമിൽ നമ്മൾ ചായ കുടിയൊക്കെ കഴിയുന്ന സമയമായിരിക്കും. അത് കഴിഞ്ഞാൽ മോന് എന്തെങ്കിലും ഒരു പഴമോ അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളോ എന്തെങ്കിലും ഒന്ന് വേവിച്ചിട്ട് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. മാഷ് ചെയ്ത് കൊടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ അത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് കൊടുത്തിട്ടുള്ളത് ഫോർമുലയാണ്. ഫോർമുല കൊടുത്തതിന് ശേഷം അന്ന് അവൻ കുടിച്ചിട്ടില്ലായിരുന്നു. കാരണം അന്ന് ഞാൻ ഫീഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫോർമുല അവൻ വലുതായിട്ട് കുടിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോർമുല എന്തായാലും വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ട് ഞാനന്ന് മക്കാന വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു മക്കാന ഞാൻ എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മക്കാന, അതായത് ലോട്ടസ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലോട്ടസ് സീഡ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. കുറച്ചൊന്ന് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ മേടിക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നല്ല പ്രോഡക്റ്റ് നോക്കി തന്നെ മേടിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ചൂടോടുകൂടി തന്നെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എങ്കിൽ പോലും ഞാനിവിടെ ഫോർമുല എടുത്തിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മിക്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോർമുലയോട് കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ മക്കാന കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ. അപ്പോൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം കൂടുതലും ഞാൻ ബനാനയൊക്കെ ആ ഒരു ടൈമിൽ കൊടുക്കുന്നതാണ്. ഒരു 4-5 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ കൂടുതലും കൊടുക്കാറുള്ളത് പഴമാണ് കേട്ടോ. കുഞ്ഞിന് ഏതെങ്കിലും ഒരു ചെറുപഴമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫോർമുല കൊടുത്തിട്ട് മോൻ കുടിക്കാത്തത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചു എങ്കിലും മഖാന ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മഖാന മോന് നല്ല ഇഷ്ടമാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അയൺ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ ഒരു മഖാന എന്ന് പറയുന്നത്. അപ്പോൾ അതും കൊടുത്തു. ഉമ്മച്ചി അവിടെ നിന്ന് കളിപ്പിക്കുന്നുണ്ട്, അത് നോക്കിയിട്ടാണ് മോൻ കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ കളിപ്പിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും കിലുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ ഉമ്മി പറയും. എപ്പോഴും ഉമ്മി അബ്ബ എന്നൊക്കെ പറയണമെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിങ്ങനെ നോക്കി ചിരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ മാത്രം മോൻ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് ഒരു ചെറിയൊരു പൂച്ച ഉറങ്ങാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉമ്മച്ചിയുടെ കൂടെ ഇരുന്ന് ഉമ്മച്ചി ഖുർആനൊക്കെ ഓതുന്നതൊക്കെ കേൾക്കാനോ പാട്ട് പാടി കൊടുക്കുന്നതോ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതോ ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാനോ ഉമ്മിയോ പായലൊക്കെ ഇരുന്നിട്ട് കൂടെ ഇരുന്ന് കളിക്കുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം. ഓരോ ദിവസവും ഓരോന്നാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലായിരിക്കും പിന്നീട് ഫീഡൊക്കെ ചെയ്തിട്ട് ഒരു 8-8:30 കൂടിയായിരിക്കും ഫുഡ് കൊടുക്കാറുള്ളത്. ലാസ്റ്റത്തെ ഒരു കുറുക്കോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നത് ആ ഒരു 8:30 കൂടിയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഓട്സും റവയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സാണ് കേട്ടോ. അതിൽ നിന്ന് 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അതേപോലെ തന്നെ നേന്ത്രപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് കുറുക്കിയെടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ നേന്ത്രപ്പഴം നല്ല പഴുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കുറുക്കിയെടുക്കാറില്ല. ഓട്സൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് റോ ആയിട്ടുള്ള നമ്മുടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം അരച്ചത് അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഒരു 8-8:30 കൂടി മോൻ സോൾട്ട് എൻഡ് ചെയ്യും കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ കൊടുത്ത് നിർത്തും. ചില ദിവസങ്ങളിലൊരു 7:30 അല്ലെങ്കിൽ 8-നകത്ത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫുഡ് കൂടി കഴിഞ്ഞാൽ പിന്നീട് മോൻ പാല് കുടിച്ചിട്ട് ഉറങ്ങാറാണ് പതിവ് കേട്ടോ. മോനെ 2 പില്ലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചാരുന്ന രീതിയിലാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. സംഭവം നമ്മൾ കിടത്തി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ ചോക്കിങ്ങോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കിടത്തി കൊടുക്കുന്നത് പ്രിഫർ ചെയ്യാറില്ല. എങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. എങ്കിലും 2 രീതിയിലും ഞാൻ മോനെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇരുത്തിയും കൊടുക്കാറുണ്ട്, ചിലപ്പോൾ കിടന്നും കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചാരിയും കിടക്കാറുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ദേഹമൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഉറങ്ങാറുള്ളത്. ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ദേഹം കഴുകാറുണ്ട്. അങ്ങനെ ഹേസ് ബേബി ഡ്രസ്സൊക്കെ മാറ്റി ദേഹം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 8:30-9 കൂടി മോന് ദേഹമൊക്കെ കഴുകാറുണ്ട് കേട്ടോ. കഴുകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണിക്കുള്ളിൽ തന്നെ ദേഹം കഴുകാറുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ചെറിയ റാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാഡിയോ ആണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഡെർമാഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹേസ് ബേബിയുടെ ഒരു ഡേ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ അങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരാം. ഇപ്പോൾ ഇൻഷാല്ലാ ഞാൻ എന്തായാലും മോന് കൊടുക്കുന്ന ഫുഡിൻ്റെയൊക്കെ റെസിപ്പീസ് ഷെയർ ചെയ്യാം കേട്ടോ. വെറൈറ്റീസ് ഓഫ് ഫുഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ ഹേസ് ബേബി ഉറങ്ങാൻ പോവുകയാണ്, ഞാനും കൂടെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്.